സ്ഥിരം ലൈംഗിക കുറ്റവാളിയായി അറിയപ്പെടുന്ന കോൺഗ്രസ് നേതാവിൻ്റെ ചെയ്തികൾ കോൺഗ്രസിലെ ഒരു ജീർണതയാണ് വെളിപ്പെടുന്നത്. മൂന്നാമത്തെ ഇര പോലീസിന് നൽകിയ പരാതിയിന്മേലാണ് ഇപ്പോഴുള്ള കേസുണ്ടായതും പോലീസ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയും ചെയ്തത്. രാഹുലിന്റെ പേരിൽ നടപടിയെടുത്തു എന്നൊക്കെ കോൺഗ്രസ് പറയുന്നുണ്ടെങ്കിലും ആ നടപടി സാങ്കേതികം മാത്രമായിരുന്നു. നടപടിക്കാലത്ത് അദ്ദേഹത്തിന്മേൽ നടപടിയെടുത്തതായ ഒരു കാര്യവും ഉണ്ടായില്ല. മാത്രമല്ല, അദ്ദേഹത്തിന് കോൺഗ്രസിന്റെ വിവിധ പരിപാടികളിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചു. UDFിലും വിവിധ സ്റ്റേജുകളിൽ അദ്ദേഹം ഉണ്ടായി. ഏറ്റവും ഒടുവിൽ പാലക്കാട് അദ്ദേഹം പോയപ്പോൾ ബൊക്ക നൽകി സ്വീകരിച്ചാനയിക്കുകയാണ് ചെയ്തത്. യഥാർത്ഥത്തിൽ 2022 കോൺഗ്രസ് നേതൃത്വത്തിന് ഇദ്ദേഹത്തെക്കുറിച്ചുള്ള പരാതി ലൈംഗിക പീഡനം നടത്തുകയും പെൺകുട്ടികളെ വശീകരിച്ച് ബലാത്സംഗം ചെയ്യുകയും ഗർഭഛിദ്രം നടത്തുകയും ചെയ്തു എന്നുള്ള പരാതി ലഭിച്ചിട്ടും എന്തിനാണ് ഈ കഴിഞ്ഞ 2-3 വർഷക്കാലം അദ്ദേഹത്തെ സംരക്ഷിച്ചത്? ഈ ചോദ്യത്തിന് യുക്തിഭദ്രമായ മറുപടി കോൺഗ്രസിന് പറയാൻ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല, മൂന്നാമത്തെ ഇരയെ അദ്ദേഹം ഫ്ളാറ്റിലേക്ക് ക്ഷണിച്ചപ്പോൾ വടകരയിലുള്ള ഒരു ഫ്ളാറ്റിന്റെ കാര്യവും വെളിപ്പെട്ടിട്ടുണ്ട്. അതാരുടേതാണ്? അത് ഈ നാടിന് തിരിച്ചറിയാൻ കഴിയേണ്ടതുണ്ട്. നേരത്തെ പാലക്കാടായിരുന്നു കേന്ദ്രം. അതിനു പുറമെ വിവിധ സ്ഥലങ്ങളിലും പെൺകുട്ടികളെ വലവീശി പിടിച്ച് കൊണ്ടുപോകുന്ന നിലയുണ്ടായിരുന്നു. ഇങ്ങനെ എല്ലാ നിലയിലും സാധാരണ കേരളീയ സമൂഹത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കളിൽ നിന്നും ഒരു MLAയിൽ നിന്നും ഒരു ജനപ്രതിയിൽ നിന്നും ഉണ്ടാവാത്ത വിധമുള്ള സ്ഥിരം ലൈംഗിക കുറ്റവാളിയുടേതാണ് രാഹുലിൻ്റെത് എന്നാണ് മൂന്നാമത്തെ ഇരയുടെ പീഡനക്കഥകൾ വ്യക്തമാക്കപ്പെടുന്നത്. ഇനിയും ചിലത് വരാനുണ്ട് എന്നത് പല രീതിയിലും പുറത്തുവന്ന വിവരങ്ങൾ കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെ ഈ ജീർണ മുഖമാണ് വ്യക്തമാവുന്നത്. കോൺഗ്രസിന്റെ മറ്റൊരു മുഖമാണ് വഞ്ചനയുടെ മുഖം. അതാണ് പ്രളയകാലത്തും വയനാട് ഉരുൾപൊട്ടൽ കാലത്തും വീട് നഷ്ടപ്പെട്ടവർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് പണം പിരിച്ച് വീട് നിർമ്മിക്കാതെ വഞ്ചിച്ചതിന്റെ അനുഭവങ്ങൾ. വയനാട്ടിലാണെങ്കിൽ രാഹുൽ ഗാന്ധി 100 വീട് കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ചു. അത് 2024 ആഗസ്റ്റ് 2-നായിരുന്നു. ആഗസ്റ്റ് 3-ന് KPCC 100 വീട് നിർമ്മിച്ചു കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ചു. ആഗസ്റ്റ് 3-ന് തന്നെ ആ വർഷം യൂത്ത് കോൺഗ്രസ് 30 വീട് നിർമ്മിച്ചു കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ചു. പ്രഖ്യാപനം നടത്തിയാൽ ഇപ്പൊ ജയിലിലാണ്. പക്ഷെ ഒരിടത്തു പോലും ഒരാൾക്കും വീട് നിർമ്മിച്ചു കൊടുത്തിട്ടില്ല. 30 സെക്കൻഡ് കൊണ്ട് 300 വീട് നിർമ്മിച്ചു കൊടുക്കുമെന്ന് പ്രതിപക്ഷ നേതാവിന്റെ വീരവാദമല്ലാതെ
പ്രളയക്കെടുതിയിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കാൻ വേണ്ടി അന്ന് കോൺഗ്രസ് അനുകൂല സർക്കാർ ജീവനക്കാരുടെ സംഘടനകളിൽ നിന്ന് പിരിച്ചെടുത്ത പണം ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് ഒരു വീട് നിർമ്മിച്ചില്ല. ഇപ്പൊ കോൺഗ്രസിന്റെ സാധാരണ പ്രവർത്തകർ തന്നെ ചോദിക്കുന്ന ചോദ്യമാണ്, വീടെവിടെ? വയനാട്ടിലുണ്ടായ ഒരു അനുഭവം, KPCC നിർമ്മിച്ചു കൊടുക്കുന്ന വീട് കിട്ടുമെന്ന പ്രതീക്ഷയിൽ ഒരു കോൺഗ്രസ് പ്രവർത്തകൻ സർക്കാരിന്റെ വീട് വേണ്ടെന്ന് പറഞ്ഞു. പ്രത്യേകിച്ച് അതൊരു ടൗൺഷിപ്പിലാണ് വീട് എന്നതുകൊണ്ട് അദ്ദേഹം മറ്റൊരു സ്ഥലത്ത് വീട് വെക്കണമെന്ന് ആഗ്രഹിച്ചതുകൊണ്ട് KPCC പ്രഖ്യാപിച്ചിട്ടുള്ള വീട്ടിൽ തന്റെയും പേരുണ്ടാവും എന്ന് ആത്മാർത്ഥമായും ആഗ്രഹിച്ചതുകൊണ്ട് അദ്ദേഹം സർക്കാരിന് എഴുതി കൊടുത്തു, ടൗൺഷിപ്പിൽ വീട് വേണ്ട എന്ന്. അങ്ങനെ പറയുന്നവർക്ക് സർക്കാർ ഒരു നിശ്ചിത തുക വീട് നിർമ്മിക്കുന്നതിന് വേണ്ടി കൊടുക്കുകയും ചെയ്യും എന്ന് അദ്ദേഹത്തിന് അറിയാം. പക്ഷെ അദ്ദേഹം ഇപ്പോൾ കണ്ണീരിലാണ്. അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു കത്ത് എഴുതി കോൺഗ്രസ് നേതൃത്വത്തിന് അയച്ചു. നിങ്ങളുടെ വാക്ക് വിശ്വസിച്ച് സർക്കാർ പ്രഖ്യാപിച്ച ടൗൺഷിപ്പിൽ വീട് വേണ്ടെന്ന് പറഞ്ഞ ഞാൻ തെരുവിലായിരിക്കുകയാണ്. ഈ വഞ്ചനക്ക് കോൺഗ്രസിനെതിരെ കോൺഗ്രസുകാർ തന്നെ രംഗത്തിറങ്ങി വയനാട്ടിൽ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരികയാണ്. ഇന്നിപ്പോ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര അവഗണനക്കെതിരെ അതിശക്തമായിട്ടുള്ള പ്രക്ഷോഭത്തിന് തിരുവനന്തപുരം രക്തസാക്ഷി മണ്ഡപത്തിൽ ജനപിന്തുണയോടെ സാക്ഷ്യം വഹിക്കുകയാണ്. ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തിനും ഇല്ലാത്ത വിധമാണ് കേന്ദ്രത്തിന്റെ സാമ്പത്തിക ഉപരോധവും കടും വെട്ടും കേരളം നേരിടേണ്ടി വരുന്നത്. അർഹതപ്പെട്ട നികുതി വിഹിതവും ഗ്രാന്റും ഒപ്പം കേന്ദ്ര പദ്ധതികളുടെ അർഹതപ്പെട്ട വിഹിതവും സംസ്ഥാനത്തിന് നിഷേധിക്കുകയാണ്. അതിനു പുറമെയാണ് ഒരു കടും വെട്ട് ഇപ്പോൾ സാമ്പത്തിക രംഗത്ത് പ്രയാസപ്പെടുന്ന കേരളത്തോട് കാണിച്ചിരിക്കുന്നത്. ഈ സാമ്പത്തിക വർഷത്തിന്റെ അവസാനത്തെ 3 മാസം 12,000 കോടി രൂപ കടമെടുക്കാനുള്ള അവകാശം കേരളത്തിനുണ്ട്. എന്നാൽ 5,900 കോടി രൂപ നിഷേധിച്ചിരിക്കുകയാണ്. അതിന് കാരണമാവട്ടെ ഭരണഘടനാ വിരുദ്ധമായ ഒരു നടപടിയാണ്. കേരള സർക്കാർ പല സംരംഭങ്ങൾക്കും സർക്കാരിന്റെയോ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയോ സംരംഭങ്ങൾക്ക് സർക്കാർ ബാങ്ക് ഗ്യാരണ്ടി നിൽക്കാറുണ്ട്. അത് കേരളം മാത്രമല്ല, മറ്റിതര സംസ്ഥാനങ്ങളും നിൽക്കാറുണ്ട്, കേന്ദ്ര ഗവൺമെന്റും നിൽക്കാറുണ്ട്. അതൊന്നും ഒരിക്കലും സർക്കാരിന്റെ കടമായി കണക്കാക്കാറില്ല. ബാങ്ക് ഗ്യാരണ്ടിയിലൂടെ ആ സ്ഥാപനം പുതിയൊരു സംരംഭം തുടങ്ങാൻ കടമെടുത്താൽ ആ കടം തിരിച്ചടക്കാനുള്ള ഉത്തരവാദിത്തം ആ സ്ഥാപനത്തിന് തന്നെയാണ്. അങ്ങനെ തിരിച്ചടക്കാറുമുണ്ട്. നിരവധി സംരംഭങ്ങൾ നേരത്തെ ആരംഭിക്കുകയും സർക്കാർ ബാങ്ക് ഗ്യാരണ്ടി നിന്നെങ്കിലും അതിന് ബന്ധപ്പെട്ട സ്ഥാപനം തിരിച്ചടവ് കൃത്യമായി പാലിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ എങ്ങനെയാണ് ബാങ്ക് ഗ്യാരണ്ടി സർക്കാർ നിന്നതിനെ സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക കടമായി കണക്കാക്കുക? അത് പൂർണ്ണമായി ഭരണഘടനാ വിരുദ്ധമാണ്. മറ്റൊന്ന്, NHAIയും NTPCയും വിദേശത്തു നിന്നടക്കം അവരുടെ വികസന പദ്ധതികൾക്ക് വേണ്ടി കടം വാങ്ങിയതുപോലെ കിഫ്ബി 1190 വികസന പദ്ധതികൾ കേരളത്തിൽ നടപ്പാക്കുന്നതിനു വേണ്ടി 91,000 കോടി രൂപ ആ പദ്ധതികൾക്ക് എല്ലാമായി ചെലവാകുമ്പോൾ അതിനായി
വിദേശത്തു നിന്ന് അടക്കം കടമെടുത്തിട്ടുണ്ട്. NTPC എടുത്തതുപോലെ, NHAI എടുത്തതുപോലെ കേന്ദ്ര ഗവൺമെന്റിന്റെ കടത്തിൽ NHAI, NTPC തുടങ്ങിയ കേന്ദ്ര സ്ഥാപനങ്ങൾ വാങ്ങിയ കട ഉൾപ്പെടുത്തിയിട്ടില്ല. ധന ഉത്തരവാദിത്ത നിയമം കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കും ബാധകമാണ്. അപ്പൊ കേന്ദ്രത്തിന് ബാധകമാകാത്ത കാര്യം കേരളത്തെ കടം വാങ്ങുന്നതിൽ നിന്ന് വിലക്കാൻ കടും വെട്ടിനു വേണ്ടി ഉപയോഗിക്കുകയാണ് ചെയ്തത്. തീർച്ചയായും ഇത്തരം നടപടികൾക്കെതിരെയുള്ള ജനകീയ പ്രതിഷേധമാണ് സംസ്ഥാനത്ത് ഉയർന്നു വരുന്നത്. ആ പ്രതിഷേധം ഉയർന്നു വരുമ്പോൾ ദൗർഭാഗ്യവശാൽ കേരളത്തിന്റെ തികച്ചും ന്യായമായ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പോരാട്ടത്തിൽ UDF MPമാർ പാർലമെന്റിൽ പോലും കേരളത്തിന് വേണ്ടി ഒന്നും വാദിക്കുന്നില്ല. അവര് അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം പൂർത്തീകരിച്ച കേരളത്തെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മഞ്ഞ കാർഡും പിങ്ക് കാർഡുമുള്ള പാവപ്പെട്ടവരുടെ അരി മുടക്കാനാണ് നോക്കിയത്. ഏതാണ്ട് നാത്തൂന്റെ കണ്ണീര് കാണാൻ വേണ്ടി ആങ്ങള മരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളെപ്പോലെയാണ് ചില MPമാർ പാർലമെന്റിൽ സ്വീകരിച്ച സമീപനം. ഇതെല്ലാം ജനങ്ങൾ തിരിച്ചറിയും. കോൺഗ്രസ് സമീപകാലത്ത് സ്വീകരിക്കുന്ന അങ്ങേയറ്റം ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെടുന്ന സമീപനമാണ് ഈ 3 വിഷയത്തിലും നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിൽ ഇപ്പോൾ സമരം നടക്കുകയാണ് കേന്ദ്ര സർക്കാരിനെതിരെ. ആ സമരത്തിൽ RJD പങ്കെടുക്കുന്നത് MV ശ്രേയംസ്കുമാർ കോഴിക്കോടുണ്ട്, അതോടൊപ്പം തന്നെ മോഹൻ കണ്ണൂരുമുണ്ട്. അവർ ഏറ്റവും പ്രാദേശികമായുള്ള പരിപാടികൾ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് അവർ കാരണം പറഞ്ഞിട്ടുള്ളത്. അല്ല, RJD അടക്കം ചർച്ച ചെയ്ത് തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ജനപ്രതിനിധികളും തിരുവനന്തപുരത്ത് സത്യാഗ്രഹ സമരം നടത്തുന്നത്. എന്തെങ്കിലും പുതിയ പ്രശ്നങ്ങൾ ഉണ്ടോ എന്നുള്ളത് അവർ വ്യക്തമാക്കേണ്ട കാര്യമാണ്. മാത്രമല്ല, ശ്രേയസ് കുമാർ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ള ഒരു കാര്യമാണ് കേരളത്തോട് കേന്ദ്രം സ്വീകരിക്കുന്ന അവഗണന ജനങ്ങളെ അണിനിരത്തി പൊരുതും എന്നുള്ളത്. അല്ല, UDF ഇങ്ങനെ വിമർശിക്കുമ്പോൾ തന്നെ സ്വന്തം ഘടകകക്ഷി പരിപാടിയിൽ പങ്കെടുക്കാതിരിക്കുന്നത് അല്ലല്ല, സ്വന്തം ഘടകകക്ഷി ആരും തന്നെ ഈ സമരത്തിൽ പങ്കെടുക്കാതെ മാറി നിൽക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.